വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. എൻ്റെ പേര് ഷൈജു. അപ്പോ ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് നമ്മുടെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ്, അതായത് ഓഗസ്റ്റ് 25 നടന്നു പോയ നമ്മുടെ CSEB ക്ലർക്ക് ക്യാഷ്യർ പരീക്ഷയുടെ മാത്സിന്റെ ചോദ്യങ്ങളും അതിന്റെ അനാലിസിസും ആണ് നമ്മൾ ക്ലാസ്സിൽ പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പൊ നമ്മൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയുവാനുള്ളത്. പരീക്ഷ അവസാനിച്ചു. മാത്സിനകത്ത് നിന്ന് 20 ചോദ്യങ്ങളായിരുന്നു ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടായിരുന്നത്. ഓരോ ചോദ്യങ്ങൾക്കും 1/2 മാർക്ക് വെച്ച് അങ്ങനെ 10 മാർക്കിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു പരീക്ഷയ്ക്ക് ഉണ്ടായിരുന്നത്. ഇവിടെ ചോദ്യങ്ങൾ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം, ഒരു ശരാശരി നിലവാരത്തിനകത്ത് നിൽക്കുന്ന ചോദ്യങ്ങൾ തന്നെയാണ് പരീക്ഷയ്ക്ക് ചോദിച്ചത്. അതായത് കുറെ അധികം ആളുകൾ പറഞ്ഞു അവർക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു പറഞ്ഞു, കുറച്ച് പേര് പറഞ്ഞു വളരെ എളുപ്പമായിരുന്നു പറഞ്ഞു മാത്സിന്റെ കാര്യം. അപ്പൊ മാത്സിന്റെ കാര്യത്തിൽ വീണ്ടും അടിവരയിട്ട് പറയുന്നത്, അല്ലെങ്കിൽ വീണ്ടും തെളിയിച്ചിരിക്കുന്നത്, മാത്സ് നിങ്ങൾ സ്ഥിരമായിട്ട് ചെയ്ത് പഠിക്കുക എന്നുള്ളത് തന്നെയാണ്. സ്ഥിരമായിട്ട് നമ്മൾ ഒരു അരമണിക്കൂർ സമയമെങ്കിലും PYQ ചെയ്ത് പഠിക്കുമ്പോൾ റീസണിങ് ചോദ്യങ്ങളെല്ലാം നമുക്ക് ഗ്രാസ്പ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അതാണ് നമ്മൾ അവസാനമായിട്ട് നടന്നു മാറിയ അല്ലെങ്കിൽ നടത്തിയ നമ്മുടെ മോഡൽ എക്സാമുകളിൽ ചോദിച്ച ഒരുപാട് ചോദ്യങ്ങളാണ് പരീക്ഷയ്ക്ക് വന്നത്. സോ ഒരു ട്രെൻഡ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അതിനു മുമ്പ് നമ്മൾ നടത്തി ഈ പരീക്ഷയോട് അനുബന്ധിച്ച് നമ്മൾ ലൈവായിട്ട് നമ്മൾ മോഡൽ എക്സാമുകൾ കണ്ടക്ട് ചെയ്തു. ഇതിനകത്തുനിന്ന് ഒരുപാട് ചോദ്യങ്ങളാണ് പരീക്ഷയ്ക്ക് ചോദിച്ചത്. എക്സാം ഹാളിൽ ഇരുന്നപ്പോൾ സ്വാഭാവികമായിട്ടും ഉദ്യോഗാർത്ഥികൾക്ക് ഒരുപാട് ഉപകാരപ്പെട്ടതും നമ്മൾ കണ്ടതാണ്. അപ്പൊ അതുകൊണ്ട് വീണ്ടും തുടർന്ന് നമ്മൾ ഇതുപോലെയുള്ള ലൈവ് ക്ലാസ്സുകളുമായിട്ട് വീണ്ടും നമ്മൾ മുമ്പോട്ട് വരുന്നുണ്ട്. അപ്പൊ നമുക്ക് ആ ചോദ്യങ്ങളൊക്കെ ഒന്ന് പരിശോധിക്കാം. ഇവിടെ മക്കളെ, നമ്മുടെ ഒന്നാമത്തെ ചോദ്യം കലണ്ടർ എന്ന് പറയുന്ന ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പോൾ ചോദ്യം ഇതായിരുന്നു: ദ കലണ്ടർ ഫോർ 2022 വിൽ ബി സിമിലർ ടു ദ ഡാഷ് ഇയർ എന്ന ചോദ്യം. എടാ, 2022 കലണ്ടർ ഇനി എപ്പോഴാണ് സിമിലർ ആകുന്നത്, അല്ലെങ്കിൽ 2022 കലണ്ടർ ഇനി എപ്പോഴാണ് അതുപോലെ കലണ്ടർ വരുന്ന ഒരു വർഷം വരുന്നത് എന്നാണ് ചോദിച്ചത്. കുറച്ചും കൂടെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാല് 2022 കലണ്ടർ ഇനി എപ്പോഴാണ് റിപ്പീറ്റ് ചെയ്യുക എന്നാണ് ചോദിച്ചത്. സോ കലണ്ടറിന്റെ റെപ്പറ്റീഷൻ എന്ന് പറയുന്ന ഭാഗമാണ്. കലണ്ടറിന്റെ റെപ്പറ്റീഷനുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യം പരീക്ഷയ്ക്ക് ചോദിക്കുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് തന്നിരിക്കുന്ന വർഷത്തിനെ 4 കൊണ്ട് ഹരിക്കുക. ഓർത്തു വെച്ചോണേ, കലണ്ടറിന്റെ ആവർത്തനം പരീക്ഷയ്ക്ക് ചോദിച്ചാല് ഇവിടെ മക്കളെ തന്നിരിക്കുന്ന വർഷത്തിനെ 4 കൊണ്ട് ഹരിക്കുക. തന്നിരിക്കുന്ന വർഷത്തിനെ 4 കൊണ്ട് ഹരിക്കണം. അപ്പോൾ 4 കൊണ്ട് ഹരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ശിഷ്ടം നമുക്ക് 1 വരാം, 2 വരാം, 3 വരാം, അല്ലെങ്കിൽ 0 വരാം. അങ്ങനെ എടാ ശിഷ്ടം 1 ആണ് വരുന്നതെങ്കിൽ 6 കൂട്ടിയാൽ മതി. ആ വർഷത്തിന്റെ കൂടെ 6 കൂട്ടുക. ശിഷ്ടം 1 ആണെങ്കിൽ കേട്ടോ, ശിഷ്ടം 1 ആണെങ്കിൽ 6 കൂട്ടുക. എടാ ശിഷ്ടം 2 അല്ലെങ്കിൽ 3, 2 വന്നാലും 3 വന്നാലും എന്ത് ചെയ്യണം? 11 കൂട്ടിയാൽ മതി. 2 വന്നാലും 3 വന്നാലും 11 ആണ് കൂട്ടേണ്ടത്. ശിഷ്ടം 0 ആണ് വരുന്നതെങ്കിൽ 28 കൂട്ടിയാൽ മതി. ശിഷ്ടം 0 ആണ് വരുന്നതെങ്കിൽ 28 ആണ് കൂട്ടേണ്ടത് എന്നുള്ള കാര്യം കൂടെ ഓർമ്മയിൽ സൂക്ഷിക്കും. അപ്പൊ കലണ്ടറിന്റെ ആവർത്തനം ഇനി പരീക്ഷയ്ക്ക് ചോദിച്ച 1 മാർക്ക് നമ്മുടെ കയ്യിലായോ? എന്താണ് ചെയ്യേണ്ടത്? അതായത് തന്നിരിക്കുന്ന വർഷത്തിനെ 4 കൊണ്ട് ഹരിക്കുക. ശിഷ്ടം 1 ആണെങ്കിൽ 6 കൂട്ടുക. 2 വന്നാലും 3 വന്നാലും 11 കൂട്ടുക. 0 ആണെങ്കിൽ 28 കൂട്ടുക. 2022 ആണ് ചോദിച്ചത്. എടാ 2022 4 കൊണ്ട് ഹരിക്കണം. 2022 4 കൊണ്ട് ഹരിക്കുക. ഒരു സംഖ്യ 4 കൊണ്ട് ഹരിച്ചിട്ട് അതിന്റെ ശിഷ്ടം മാത്രം മതി. അങ്ങനാണെങ്കിൽ കഷ്ടപ്പെടണ്ട, നമുക്ക് ശിഷ്ടം മാത്രം മതി. ഒരു സംഖ്യ 4 കൊണ്ട് ഹരിക്കുമ്പോൾ അതിന്റെ ശിഷ്ടം മാത്രം മതിയെങ്കിൽ അവസാനത്തെ 2 അക്കത്തിനെ 4 കൊണ്ട് ഹരിച്ചാലും മതി. അപ്പൊ അങ്ങനെയാണെങ്കിൽ അവസാനത്തെ 2 അക്കം 22, 22നെ 4 കൊണ്ട് ഹരിച്ചാൽ 4 20, ശിഷ്ടം 2. 22നെ 4 കൊണ്ട് ഹരിക്കുവാണെങ്കിൽ ശിഷ്ടം 2 എന്ന് വരും. കണ്ടോ, ശിഷ്ടം 2 ആണ് വന്നത്. എടാ മക്കളെ, ശിഷ്ടം 2 ആണെങ്കിൽ 11 കൂട്ടണം. അങ്ങനല്ലേ പഠിച്ചത്? ശിഷ്ടം 2 വന്നാലും 3 വന്നാലും 11 ആണ് കൂട്ടേണ്ടത്. അപ്പോൾ 2022ന്റെ കൂടെ 11 കൂട്ടിയാൽ മതി. 2022ന്റെ കൂടെ 11 കൂട്ടിയാൽ ഉത്തരം 2033 എന്ന് വരും, ഒന്നാമത്തെ ആൻസർ. സോ കലണ്ടറിന്റെ ആവർത്തനം സ്ഥിരമായിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമായിരുന്നു അത്. ഓക്കെ, അപ്പൊ നമ്മൾ രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. വളരെ എളുപ്പമുള്ള ചോദ്യം. നമ്മളിവിടെ
ലൈവായിട്ട് മോഡൽ എക്സാം നടത്തിയ സമയത്ത് ഇങ്ങനെ വൃത്താകൃതിയിലുള്ള അറേഞ്ച്മെന്റ് പരീക്ഷയ്ക്ക് നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞു പഠിപ്പിച്ചതാണ്. ഇവിടെ 8 ആളുകളാണ് ഒരു വട്ടമേശയ്ക്ക് ചുറ്റും ഇരിക്കുന്നത്. ഈറ്റിംഗ് ടേബിൾ ആണ്. 8 persons ഉണ്ട്. A B C D E F G H ഉണ്ട്. ആർ ഈറ്റിംഗ് അറ്റ് എ ടേബിൾ അറ്റ് ഈക്വൽ ഡിസ്റ്റൻസ് ഇൻ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് ഇരിക്കുന്നത്. ജി ഇരിക്കുന്നത് വെസ്റ്റ് ഡയറക്ഷനിലാണ് എന്ന് പറയുന്നുണ്ട്. ഇവിടെ മക്കളെ അങ്ങനെയാണെങ്കിൽ ബി എന്ന് പറയുന്ന ആൾ ഇരിക്കുന്നത് ഏത് ദിശയിലാണ് എന്നാണ് ചോദിച്ചത്. ഡയറക്ഷൻ എന്ന് പറയുന്ന ഭാഗമാണ്. ഡയറക്ഷൻ നമ്മൾ പഠിച്ചു കഴിയുമ്പോൾ തന്നെ ഡയറക്ഷന്റെ ബാക്കിയായിട്ട് വരുന്ന സർക്കുലർ അറേഞ്ച്മെന്റ് എന്ന് പറയുന്ന ഭാഗം കൂടിയാണത്. സിമ്പിൾ ആണ്, പരിപാടി ഒന്നുമില്ല. നിങ്ങൾ ചെയ്യേണ്ടതേ, നമുക്കറിയാം 8 ഡയറക്ഷൻ ആണ് നമുക്കുള്ളത് അല്ലേ? എത്ര ഡയറക്ഷൻ ഉണ്ട്? 8 ഡയറക്ഷൻ. അതെല്ലാം ഒന്ന് അടയാളപ്പെടുത്താം. നോക്കിക്കോണേ, ഏറ്റവും മുകളില് നോർത്ത് അറേഞ്ച് ചെയ്യാം. നോർത്തിന്റെ റൈറ്റ് ഈസ്റ്റ് ആണ്, ഈസ്റ്റിന്റെ റൈറ്റ് സൗത്ത് ആണ്, സൗത്തിന്റെ റൈറ്റ് വെസ്റ്റ് ആണ്. ഇനി എടാ നോർത്തിനും ഈസ്റ്റിനും ഇടയിലാണെങ്കിൽ നോർത്ത് ഈസ്റ്റ്, സൗത്തിനും വെസ്റ്റിനും ഇടയിലാണെങ്കിൽ സൗത്ത് വെസ്റ്റ്, സൗത്തിനും ഈസ്റ്റിനും ഇടയിലാണെങ്കിൽ സൗത്ത് ഈസ്റ്റ്, നോർത്തിനും വെസ്റ്റിനും ഇടയിലാണെങ്കിൽ നോർത്ത് വെസ്റ്റ്. ഇങ്ങനെ 8 ഡയറക്ഷൻ ആണ് ഉള്ളത്. ഓക്കെ, ഇത് നോർത്ത് ഈസ്റ്റ് ആണ്, ഇത് സൗത്ത് ഈസ്റ്റ് ആണ്, ഇത് സൗത്ത് വെസ്റ്റ് ആണ്, ഇത് നോർത്ത് വെസ്റ്റ്. നമുക്കൊരു കാര്യം ചെയ്യാം, ഓരോ കസേര എടുത്താൽ മതി. ആണ്ടെ 1 2 3 4 5 6 7 8 കസേര. 8 പേര് 8 കസേര. ഇവിടെ മക്കളെ, ഇവിടെ ആദ്യം പറഞ്ഞിരിക്കുന്നത് ജി ഇരിക്കുന്നത് വെസ്റ്റിലാണെന്നാണ് പറയുന്നത്. ജി ഇരിക്കുന്നത് വെസ്റ്റില്. അപ്പൊ ജിയെ നമുക്ക് വെസ്റ്റിലോട്ട് അങ്ങ് അറേഞ്ച് ചെയ്യാം. അപ്പോൾ ജിയെ ഞാൻ ഇവിടെ വെച്ചു. ജി ഇരിക്കുന്നത് വെസ്റ്റിലാണ്. കണ്ട, വെസ്റ്റ് ഡയറക്ഷനിലാണ് ജി ഇരിക്കുന്നത്. ഇനി എടുത്തു പറയുന്നുണ്ട് ഇവരിയ്ക്കുന്നത് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ്. ആന്റി ക്ലോക്ക് വൈസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. എടാ ഇവരിയ്ക്കുന്നത് ഒരേ ഓർഡറിലാണ്, ABCDEFGH. പക്ഷേ അവരിയ്ക്കുന്നത് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ്, ആന്റി ക്ലോക്ക് വൈസിലാണ്. ആന്റി ക്ലോക്ക് വൈസ് എന്ന് പറഞ്ഞാൽ മുകളിലോട്ടാണ്. അപ്പൊ ജി കഴിഞ്ഞ് വരേണ്ട ആള് എച്ച് താഴെ വരും, താഴെയാണ്. ആന്റി ക്ലോക്ക് വൈസ് താഴെ എഴുതണം, എച്ച് ഇവിടെയാണ്. അപ്പൊ നമ്മൾ വീണ്ടും ABCD അങ്ങനെ പോയാൽ മതി. ആന്റി ക്ലോക്ക് വൈസാ. അപ്പൊ ഇവിടെ എ വരും, ഇവിടെ ബി വരും, ഇവിടെ സി വരും, ഇവിടെ ഡി വരും, ഇവിടെ ഇ വരും, ഇവിടെ എഫും വരും. അറേഞ്ച്മെന്റ് പക്ക. ചോദ്യം, ബി ഇരിക്കുന്നത് ഏത് ഡയറക്ഷനിലാണെന്നാണ് ചോദിച്ചത്. ബി ഇരിക്കുന്നത് ഏതാ? സൗത്ത് ഈസ്റ്റ് ആണ്. സൗത്ത് ഈസ്റ്റ് ഡയറക്ഷനിലായിരുന്നു ബി ഇരിക്കുന്നത്. വളരെ എളുപ്പത്തിൽ ചോദിച്ച ചോദ്യമാണ്. അപ്പൊ നമ്മൾ സാധാരണ പരീക്ഷകളിലെ ഡയറക്ഷൻ എന്ന് പറയുന്ന ഭാഗത്തിന്റെ വീഡിയോ നേരത്തെ ചെയ്തിട്ടുണ്ട്. സർക്കുലർ അറേഞ്ച്മെന്റ് എന്ന് പറയുന്ന ഭാഗം നമ്മൾ ഇത് ചെയ്യാൻ പോകുന്നുണ്ട് ഉടനെ. സോ നമ്മൾ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാ ചാപ്റ്ററുകളും നമ്മുടെ ചാനലിനകത്ത് തന്നെ നമ്മൾ വീഡിയോ ആയിട്ട് 2-3 പാർട്ടായിട്ട് ഓരോ ടോപ്പിക്കും ഇട്ടിട്ടുണ്ട്. അത് കണ്ടുപോയാൽ തന്നെ, അത് മാത്രം കണ്ടാൽ തന്നെ ഇത്തരം ചോദ്യങ്ങൾ പെട്ടെന്ന് ക്രാക്ക് ചെയ്യാൻ സാധിക്കുമായിരുന്നു. സോ രണ്ടാമത്തെ ക്വസ്റ്റ്യനും കഴിഞ്ഞു. മൂന്നാമത്തെ ചോദ്യം കോഡിംഗ് എന്ന് പറയുന്ന ഭാഗം ചോദ്യമാണ്. ഇത് നമ്മൾ ക്ലാസ്സിൽ പരിചയപ്പെടുത്തിയ ചോദ്യമാണ്. അന്ന് ഒരുപാട് ആളുകൾ ഇത് ആൻസറിലേക്ക് എത്താൻ ഒരുപാട് ബുദ്ധിമുട്ടിയായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ലൈവായിട്ട് നമ്മൾ കണ്ടക്ട് ചെയ്യുന്ന മോഡൽ എക്സാമ്പിൾ നിങ്ങൾ സ്ഥിരമായിട്ട് എഴുതണം എന്ന് പറഞ്ഞതിന്റെ കാരണം അതായിരുന്നു. എടാ എച്ച് എന്ന് പറഞ്ഞാൽ 8, ഡിയർ എന്ന് പറഞ്ഞാൽ 7. അങ്ങനെയാണെങ്കിൽ ലെഫ്റ്റ് എന്ന് പറയുന്ന വാക്ക് എങ്ങനെയാണ് കോഡ് ചെയ്യുന്നത് എന്നാണ് ചോദിച്ചത്. എച്ച് എന്ന് പറഞ്ഞാൽ 8, ഡിയർ എന്ന് പറഞ്ഞാൽ 7. എടാ എച്ച് എന്ന് പറഞ്ഞാൽ 8, എച്ച് എന്ന് പറഞ്ഞാൽ 8 ആണ്. ഡിയർ എന്ന് പറഞ്ഞാൽ 7, ഡിയർ എന്ന് പറഞ്ഞാൽ 7. കറക്റ്റ്. കണ്ടുപിടിക്കാൻ ചോദിച്ചത് ലെഫ്റ്റ് എന്ന് പറയുന്ന വാക്കിനെ എങ്ങനെയാണ് കോഡ് ചെയ്യുന്നത് എന്നാണ് ചോദിച്ചത്. എച്ച് എന്ന് കാണുമ്പോഴേ നിങ്ങൾക്കറിയാം എച്ചിന്റെ വില 8 ആണല്ലേ? എച്ച് 8 ആണല്ലോ. ഇനി ഡിയർ ഒന്ന് കോഡ് ചെയ്ത ഡിയർ. അപ്പൊ ഡിയറിലേക്ക് വരാം. ഡി എത്ര? ഡി 4 അല്ലേ? 4. ഇ എന്ന് പറഞ്ഞാൽ 5 അല്ലേ? ഇ എന്ന് പറഞ്ഞാൽ 5 ആണ്. എ എന്ന് പറഞ്ഞാൽ 1 അല്ലേ? എയുടെ വില 1 ആണ്. എടാ മക്കളെ 6 എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 6 എന്ന് പറഞ്ഞാൽ 18 അല്ലേ? 6 എന്ന് പറഞ്ഞാൽ 18. നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് കൂട്ടി നോക്കാം. 18ഉം 1ഉം കൂടെ കൂട്ടിയാൽ 19 ആണ്. 19ഉം 5ഉം കൂടെ കൂട്ടിയാൽ 24.
24 നാലും കൂടെ കൂട്ടിയാൽ 28. കണ്ടോ, 28 തുക വന്നത്. എടാ 28 എങ്ങനെയാണ് 7 ആയത്? നമുക്ക് മനസ്സിൽ പെട്ടെന്ന് വരും 28 7 ആകണമെങ്കിൽ 4 കൊണ്ട് ഹരിച്ചാൽ മതി. 4 എങ്ങനെ വന്നത്? 4 താണ്ട 4 അക്ഷരം. ഇത് നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞ ചോദ്യമല്ലേ? നമ്മളെ മോഡൽ എക്സാം നടത്തിയ സമയത്ത് ക്ലാസ്സിൽ ഈ ചോദ്യം പരിചയപ്പെടുത്തിയ ചോദ്യമാണ്. അപ്പൊ അതുകൊണ്ട് ആ മോഡൽ എക്സാം എഴുതിയ ആളുകൾ ഉറപ്പായിട്ട് ഈ ചോദ്യം ഷുവർ ആയിട്ടും കിട്ടിക്കണം, ഒറ്റയടിക്ക് കിട്ടിക്കണം, വിത്തിൻ സെക്കൻഡ്സിൽ ആൻസർ കിട്ടിക്കണം. അത്രേ ഉള്ളായിരുന്നു. അതായത് അക്കങ്ങളുടെ തുക എടുക്കുക, എത്ര അക്ഷരം ഉണ്ടോ അതുകൊണ്ട് ഹരിക്കുക. സോ അങ്ങനെയാണെങ്കിൽ ലിസ്റ്റ് ചെയ്യും. എൽ എത്ര? എൽ എന്ന് പറഞ്ഞാൽ 12. എടാ ഇ എന്ന് പറഞ്ഞാൽ 5. ഇ എന്ന് പറഞ്ഞാൽ 5. എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എസ് എത്ര നോക്കിക്കേ. എസ് എന്ന് പറഞ്ഞാൽ 19. എസ് 19 ആണ്. ടി എത്ര? ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 20. ടി 20 ആണ്. ഇനി എല്ലാം കൂടെ ഒന്ന് കൂട്ടി നോക്കിക്കേ. 20ഉം 19ഉം കൂടെ കൂട്ടിയാൽ 39 വരും. 20, 19, 39. 39ഉം 5ഉം കൂടെ കൂട്ടിയാൽ 44 വരും. 44 2 46. 46ഉം 10ഉം 56 എന്ന് വരും. അതായത് ലെഫ്റ്റ് എന്ന് പറയുന്ന ആ ഒരു വാക്കിലെ ഓരോ അക്ഷരങ്ങളുടെയും സ്ഥാനവില നമ്മൾ കൂട്ടി നോക്കുമ്പോൾ 56 ആണ് വരുന്നത്. ഇനി എന്ത് ചെയ്യണം എന്ന് ഞാൻ പറഞ്ഞു തന്നത്, എത്ര അക്ഷരം ഉണ്ടോ അതുകൊണ്ട് ഹരിക്കണം. ലെഫ്റ്റ് എന്ന് പറയുന്ന വാക്കിനകത്ത് എത്ര അക്ഷരമുണ്ട്? 4 അക്ഷരം. സോ 56നെ 4 കൊണ്ട് ഹരിച്ചാൽ പോരെ. 56നെ 4 കൊണ്ട് ഹരിക്കുക, ആൻസർ ആയി. 56നെ 4 കൊണ്ട് ഹരിച്ച 1 4 4, 1 6, 4 16. കണ്ടോ, 14 വരും ആൻസർ. അതായത് 14 ആയിരുന്നു ആൻസർ. 14 ഓപ്ഷൻ ഡി ആയിരുന്നു അതിന്റെ റൈറ്റ് ആൻസർ. കണ്ടോ, സിമ്പിൾ ആയിരുന്നല്ലോ. നമ്മൾ ക്ലാസ്സിൽ പരിചയപ്പെടുത്തിയ ചോദ്യമാണ്. അതുകൊണ്ടാണ് PYQ സ്ഥിരമായിട്ട് പഠിക്കണം എന്ന് പറഞ്ഞത്. അതായത് ഇവിടുത്തെ കോഡിങ് എങ്ങനെ പോയത്? ഓരോ അക്ഷരങ്ങളുടെയും സ്ഥാനവിലകൾ കൂട്ടി നോക്കിയിട്ട് എത്ര അക്ഷരം ഉണ്ടോ അതുകൊണ്ട് ഡിവൈഡ് ചെയ്തു. വളരെ സിമ്പിൾ ആയിട്ട് അവസാനിച്ചു. കണ്ടോ, 4ാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ കടക്കുവാണ്. കണ്ടോ, സിമ്പിൾ ആയിട്ട് ചോദിച്ച ഒരു ആൽഫബറ്റ് സീരീസ്. ബി എഫ് ആയി, എഫ് കെ ആയി, കെ ക്യൂ ആയി, ക്യൂ എക്സ് ആയിട്ട് മാറി. അങ്ങനെയാണെങ്കിൽ എക്സ് കഴിഞ്ഞാൽ അടുത്ത അക്ഷരം ഏതെന്നാണ് ചോദിച്ചത്. ഇതായിരുന്നു നമ്മുടെ ചോദ്യം. ശ്രദ്ധിച്ചോണേ, ഞാൻ എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. ബി എങ്ങനെയാണ് എഫ് ആയത്? നിങ്ങൾ ആലോചിക്കും, ബി എങ്ങനെ എഫ് ആയത്? നോക്കിക്കോ. ബി എഫ് ആകണമെങ്കിൽ ആണ്ടേ 1 2 3 4 കൂട്ടിയാ പോരെ. ബി എഫ് ആകണമെങ്കിൽ 4 കൂട്ടിയാൽ മതി. 4 കൂട്ടിയാൽ മതി. എടാ എഫ് എങ്ങനെയാണ് കെ ആയത്? എഫ് എവിടാ? ഇത് വേണമെന്ന് ജസ്റ്റ് ഇറേസ് ചെയ്തു. എഫ് എങ്ങനെയാണ് കെ ആയത്? നോക്കിക്കോണേ. എഫ് കഴിഞ്ഞ് ആണ്ടേ 1 2 3 4 5 കൂട്ടിയാൽ മതി കേട്ടോ. 5 കൂട്ടിയാൽ മതി. അതായത് എഫ് കഴിഞ്ഞ് 5ാമത്തെ അക്ഷരമാണ് ആര്? കെ. ഇനി കെ എങ്ങനെയാണ് ക്യൂ ആയത്? കെ നോക്കിക്കോണേ. 1 2 3 4 5 6. 6 കൂട്ടിയാൽ മതി. 6 കൂട്ടിയാൽ മതി. കണ്ടോ, കെ ക്യൂ ആകണമെങ്കിൽ 6 കൂട്ടുക. ഇനി ഇപ്പോഴേ കിട്ടിയോ ഐഡിയ? എടാ 4 കൂട്ടണം, 5 കൂട്ടണം, 6 കൂട്ടണം. അപ്പൊ അടുത്ത ഏതാ? 7 കൂട്ടണം. അപ്പൊ അടുത്ത ഏതാ? 8 കൂട്ടണം. കഴിഞ്ഞില്ല പരിപാടി. സിമ്പിൾ. വിത്തിൻ സെക്കൻഡ്സിൽ ആൻസർ ആയ. കണ്ടോ, ക്യൂ എങ്ങനെയാണ് എക്സ് ആയത്? നമുക്ക് ഇന്നൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ആണ്ടെ നോക്കിയോ. 1 2 3 4 5 6 7 കൂട്ടിയാൽ മതി. അപ്പൊ ഇനി സംശയമെല്ലാം മാറിയല്ലോ. അപ്പൊ അടുത്ത് എന്ത് ചെയ്യണം? 8 കൂട്ടണം. 4 കൂട്ടി, 5 കൂട്ടി, 6 കൂട്ടി, 7 കൂട്ടി, 8 കൂട്ടി. എക്സിന്റെ അവിടുന്ന് 8 കൂട്ടിക്കോ. എക്സിന്റെ അവിടുന്ന് നിങ്ങൾ 8 കൂട്ടിക്കോ. നോക്കിക്കോണേ. 1 2 തിരിച്ചിവിടെ 2 3 4 5 6 7 8. കണ്ടോ, എഫ് ആണ് ആൻസർ. കണ്ടോ, ഉത്തരം എഫ് ആയിരുന്നു. സിമ്പിൾ ആയിട്ട് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു ചോദ്യമായിരുന്നു. ഉത്തരം എഫ് ആയിരുന്നു. ഓപ്ഷൻ എ ആയിരുന്നു അതിന്റെ റൈറ്റ് ആൻസർ. സിമ്പിൾ ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റിയ ചോദ്യമായിരുന്നു. 5ാമത്തെ ചോദ്യം ശരാശരി എന്ന് പറയുന്ന ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യം. ആവറേജ് ഓഫ് 3 numbers is 20. 2 of those numbers are 16 and 24. അങ്ങനെയാണെങ്കിൽ തേർഡ് നമ്പർ ഏതാണെന്നാണ് ചോദ്യം. നമുക്ക് എല്ലാവർക്കും അറിയാം, ശരാശരി കണ്ടുപിടിക്കണമെങ്കിൽ ആവറേജ് ശരാശരി ഈസ് ഈക്വൽ ടു തുക ബൈ എണ്ണം, സമ്മ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ. അപ്പോ നമുക്കറിയാം അതിലെ 2 നമ്പർ ഏതൊക്കെയാ? 16 24 അല്ലേടാ.
സോ ആദ്യ സംഖ്യ 16, രണ്ടാമത്തത് 24, മൂന്നാമത് ഒരുത്തൻ കൂടി ഉണ്ട്, അവനെയാണ് കണ്ടുപിടിക്കേണ്ടത്. അവൻ ആരാണെന്ന് അറിയില്ല, അവന് ഞാൻ എക്സ് എന്ന് എടുത്തു. രണ്ടെണ്ണം അവന് സെറ്റായിട്ട് തന്നിട്ടുണ്ട്. മൊത്തം 3 സംഖ്യകളാണ്. അതിലെ ഒരാള് 16 രണ്ടാമത്തെ ആൾ 24, മൂന്നാമത്തവൻ ആരാണെന്ന് അറിയില്ല, അവനെയാണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് എല്ലാവർക്കും അറിയാം ഇതാണ് 3 സംഖ്യകള്. സംഖ്യകളുടെ തുക എടുക്കുക, സംഖ്യകളുടെ തുക എടുക്കുക, സംഖ്യകളുടെ തുക എടുത്തിട്ട് തുകയെ എണ്ണം കൊണ്ട് ഹരിച്ചാൽ, എണ്ണം എന്ന് പറഞ്ഞാൽ എത്ര എണ്ണം ഉണ്ട്? 3 സംഖ്യകളാണുള്ളത്. 1, 2, 3, എണ്ണം 3. എടാ സംഖ്യകളുടെ തുക എടുക്കുക, അതിനെ എണ്ണം കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാല് സംഖ്യകളുടെ തുകയെ എണ്ണം കൊണ്ട് ഹരിക്കുവാണെങ്കിൽ ശരാശരി കിട്ടും. ശരാശരി എത്ര? ശരാശരി അല്ലെങ്കിൽ ആവറേജ് എത്ര? 20 ആണ്. തുക ബൈ എണ്ണം, ദാറ്റ് ഈസ് ശരാശരി. ആവറേജ് ഈസ് ഈക്വൽ ടു സം ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ, ദാറ്റ് ഈസ് ആവറേജ്. ഇനി എന്ത് ചെയ്താം? ക്രോസ് ചെയ്താൽ പോരെ. നമുക്ക് വേണ്ടത് എക്സിന്റെ വില എത്ര എന്നാ ചോദ്യം. ക്രോസ് ആയിട്ട് ഗുണിച്ചാൽ മതി. ക്രോസ് ആയിട്ട് ഗുണിച്ചാട്ടെ. നമുക്ക് ഇത് ഇവിടെ വേറെ പ്രശ്നമൊന്നുമില്ല. ഇതെല്ലാം കൂടെ കൂട്ടിയിട്ട് 1 കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ ആ നമ്പർ തന്നെ വരത്തുള്ളൂ. 24ഉം 16ഉം കൂടെ കൂട്ടി എത്ര? 24, 6, 30, 30, 10, 40 അല്ലേ? 40 വരും. ആ 40ന്റെ കൂടെ എക്സ് കൂട്ടി എത്ര? 40ന്റെ കൂടെ എക്സ് കൂട്ടുവാണെങ്കിൽ 40 പ്ലസ് എക്സ് എന്ന് വരും. ഇനി മുകളിലോട്ട് ക്രോസ് ചെയ്തേ. 3ഉം 20ഉം കൂടെ ഗുണിച്ചാൽ 60 എന്ന് വരും. അതായത് 40 പ്ലസ് എക്സ് ഇസ് ഈക്വൽ ടു 60 എന്ന് വന്നു. അവിടെ നിന്ന് എക്സ് ഇസ് ഈക്വൽ ടു, ഇവിടെ കടന്ന പ്ലസ് 40നെ എടുത്ത് അപ്പുറത്തേക്ക് തട്ടിയാൽ മൈനസ് ആവത്തില്ലേ? അപ്പോൾ 60 മൈനസ് 40 എത്ര? 60 40 കുറച്ച് കഴിഞ്ഞാലേ ഉത്തരം 20 എന്ന് വരും. ഓപ്ഷൻ ബി ആയിരുന്നു അതിന്റെ റൈറ്റ് ആൻസർ. ശരാശരി എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് ചോദിച്ച ഏറ്റവും സിമ്പിൾ ചോദ്യമാണ് നമ്മളിപ്പോ കണ്ടത്. അടുത്തത് 6ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഫൈൻഡ് ദ ഓഡ് വൺ എന്നാണ് ചോദ്യം. സിമ്പിൾ ചോദ്യമാണ്, പെട്ടെന്ന് ആൻസർ കിട്ടുന്ന ചോദ്യമാണ്. കാരണം 1000, 1728, 1331 കാണുമ്പോഴേ അറിയാം സംഖ്യകളുടെ ക്യൂബുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ് അല്ലേ? ഇത് എത്രന്റെ ക്യൂബാ? 10ന്റെ ക്യൂബ് അല്ലേ 1000? പെട്ടെന്ന് മനസ്സിൽ വരുന്ന 10ന്റെ ക്യൂബാണ് 1000. 12ന്റെ ക്യൂബാണ് 1728. അതേപോലെ 11ന്റെ ക്യൂബാണ് 1331. 1331 11ന്റെ ക്യൂബാണ്. ഇത് ക്യൂബ് അല്ല, 524 എന്ന് പറഞ്ഞ ക്യൂബ് അല്ല. അപ്പോ ഇത് നമുക്ക് പെട്ടെന്ന് കിട്ടുന്ന സിമ്പിൾ പ്രോബ്ലം ആയിരുന്നു. ഓപ്ഷൻ ഡി ആയിരുന്നു അതിന്റെ റൈറ്റ് ആൻസർ. ഓഡ് വൺ ആണ് ചോദിച്ചത്. ബാക്കിയുള്ളതെല്ലാം പലതരത്തില, മീൻസ് വിവിധ സംഖ്യകളുടെ ക്യൂബ് അല്ലെങ്കിൽ ഘനമാണ്. 10ന്റെ ക്യൂബ്, 12ന്റെ ക്യൂബ്, അതേപോലെ 11ന്റെ ക്യൂബ്. 524 എന്ന് പറഞ്ഞാല് പെർഫെക്റ്റ് ക്യൂബ് അല്ല, അല്ലെങ്കിൽ ക്യൂബ് അല്ല എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ആ ഒരു ഉത്തരത്തിലേക്ക് എത്താൻ സാധിച്ചു. 7ാമത്തെ ചോദ്യം കംപ്ലീറ്റ് ദ സീരീസ് എന്നാണ് ചോദിച്ചത്. 28 56 മാറി, 56 168, 168 672, 672 3360. ഭയങ്കരമായിട്ടുള്ള വർധനവോ. ഭയങ്കരമായിട്ടുള്ള വർധനമാണെങ്കിൽ ഞാൻ പഠിപ്പിച്ചതാണ് മൾട്ടിപ്ലിക്കേഷൻ ആയിരിക്കും. എടാ ഭയങ്കരമായ വർധനമാണെങ്കിൽ അത് തീർച്ചയായിട്ടും മൾട്ടിപ്ലിക്കേഷൻ ആയിരിക്കും. പിന്നെ നിങ്ങളുടെ മനസ്സില് 28 56 ആയെന്ന് കണ്ടപ്പോഴേ അറിയാം 28നെ 2 കൊണ്ട് ഗുണിച്ച 56 അല്ലേ? 28നെ 2 കൊണ്ട് ഗുണിക്കുമ്പോഴാണ് 56 ആകുന്നത് ആണേ. അപ്പൊ സ്വാഭാവികമായിട്ടും 56നെ 2 കൊണ്ട് ഗുണിക്കുമ്പോൾ 168 കിട്ടുന്നില്ല. അപ്പൊ നിങ്ങൾ ആലോചിക്കണം 56ന് 56 എങ്ങനെയാണ് 168? മൾട്ടിപ്ലിക്കേഷൻ ആണെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമില്ല, കാരണം ഭയങ്കര വർധനമാണ്. അപ്പോൾ 56 എങ്ങനെയാണ് 168 ആവും? 168നെ 56 കൊണ്ട് ഹരിച്ചാൽ മതി. എടാ 56നെ 3 കൊണ്ട് ഗുണിച്ചാൽ, 56നെ 3 കൊണ്ട് ഗുണിക്കുമ്പോൾ കറക്റ്റ് 168 വരുന്നുണ്ട്. അല്ലെങ്കിൽ ചെയ്തു നോക്ക്. അപ്പൊ 2 കൊണ്ട് ഗുണിച്ചു, 3 കൊണ്ട് ഗുണിച്ചു. അപ്പോഴേ നിങ്ങളുടെ മനസ്സിൽ വന്നു കാണും അടുത്തത് 4 കൊണ്ട് ഗുണിക്കുന്നതായിരിക്കും. അങ്ങനെ വരണമെങ്കിൽ ഞാൻ ഈ പറഞ്ഞതുപോലെ മുൻ വർഷ ചോദ്യങ്ങൾ ഒരുപാട് എടുത്ത് പഠിച്ചേ പറ്റത്തുള്ളൂ. അല്ലാതെ പരീക്ഷയാണ്, നമ്പർ സീരീസ് അല്ലേ, കുഴപ്പമൊന്നുമില്ല, എക്സാം ഹാളിൽ ഒപ്പിക്കാന്ന് വിചാരിച്ച് പോയി കഴിഞ്ഞാൽ ഒരു പണി നടക്കത്തില്ല. കാരണം ഇത്തരത്തിലുള്ള നമ്പർ സീരീസ് ഒരുപാട് കാര്യങ്ങൾ പഠിക്കുമ്പോഴാണ് എക്സാം ഹാളിൽ നമുക്ക് ബുദ്ധിമുട്ടില്ലാതെ പരീക്ഷ അവസാനിക്കുന്നത്. അപ്പൊ നാളെ നോക്കിക്കോ. എടാ 168നെ കറക്റ്റ് ആയിട്ട് 4 കൊണ്ട് ഗുണിക്കുമ്പോൾ 672 വരുന്നുണ്ട്. 672നെ 5 കൊണ്ട് ഗുണിച്ചാൽ 3360 വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ 3360നെ 6 കൊണ്ട് ഗുണിച്ചാൽ നമ്മളുടെ ആൻസർ ആയി കഴിഞ്ഞു. 3360നെ 6 കൊണ്ട് ഗുണിച്ചാൽ മതി. 3360നെ 6 കൊണ്ട് ഗുണിച്ചാൽ മതി. 6 6 36 ശിഷ്ടം 3, 6 3 18 3 21 ശിഷ്ടം 2.
6 3 18, 18 2 20. അവസാനത്തെ 0 മറന്നു പോകല്ലേ. 20 160, 20 160. ഓപ്ഷൻ എ ആയിരുന്നു റൈറ്റ് ആൻസർ. 2 കൊണ്ട് ഗുണിച്ചു, 3 കൊണ്ട് ഗുണിച്ചു, 4 കൊണ്ട് ഗുണിച്ചു, 5 കൊണ്ട് ഗുണിച്ചു, 6 കൊണ്ട് ഗുണിച്ചു. വളരെ എളുപ്പത്തിലുള്ള ഒരു മൾട്ടിപ്ലിക്കേഷൻ സീരീസ് ആണ് നമ്മൾ 7ാമതായിട്ട് കണ്ട ക്വസ്റ്റ്യൻ. അതേപോലെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ഇപ്പൊ നമ്മൾ 7 ചോദ്യങ്ങളാണ് ക്ലാസ്സിൽ പ്രാക്ടീസ് ചെയ്തത്. ഈ 7 ചോദ്യങ്ങളാണ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ പരിശോധിക്കുമ്പോൾ ആദ്യത്തെ 7 ചോദ്യങ്ങളാണ് ക്ലാസ്സിൽ പരിചയപ്പെടുത്തിയത്. ഇപ്പൊ നിങ്ങൾക്ക് ഒരു ഏകദേശം ഐഡിയ കിട്ടിയല്ലോ. പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഓരോ ചോദ്യങ്ങളും നമ്മുടെ മാർക്ക് വളരെ നിർണായകമാണ്. നമ്മുടെ റാങ്ക് ലിസ്റ്റിനെ ഒരുപാട് ബാധിക്കുന്നുണ്ട്. 1/2 മാർക്ക് ആണെങ്കിൽ കൂടി ഒരുപാട് ബാധിക്കുന്നുണ്ട്. ഈ ഒരു 7 ചോദ്യം ചെയ്തെടുക്കാന് നമ്മൾ കുറച്ച് സമയം എടുത്തു. എന്തുകൊണ്ടാണെന്നറിയോ? നമ്മൾ മുൻവർഷ ചോദ്യങ്ങൾ കൃത്യമായിട്ട് അനലൈസ് ചെയ്യാതെ എക്സാം ഹാളിൽ പോയി കഴിഞ്ഞാൽ നമ്പർ സീരീസ്, ഓഡ് മാൻ ഔട്ട് ഒക്കെ പെട്ടെന്ന് ചെയ്തെടുക്കാമെന്നുള്ള വ്യക്തമായ ഒരു മണ്ടൻ ധാരണയുണ്ട്. പക്ഷെ അതാണ് നമ്മുടെ മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. മാത്സിന്റെ റീസണിങ്ങിന്റെ കാര്യത്തില് ഓരോ മാർക്ക് നിർണായകമാണ്. ഡെയിലി നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. സോ അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ പുതിയ നോട്ടിഫിക്കേഷന് വേണ്ടി വെയിറ്റ് ചെയ്യുവാണ്. ഓഗസ്റ്റ് 25-ാം തീയതി പരീക്ഷ എഴുതി നല്ല മാർക്ക് സ്കോർ ചെയ്യാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. നിങ്ങൾ പഠനം നിർത്തരുത് ഒരിക്കലും. കാരണം നിങ്ങൾ ഒരു ലെവൽ വരെ എത്തിയ ആളുകളാണ്. ഇനി പഠനം ഉപേക്ഷിക്കരുത്, മുമ്പോട്ട് പോവുക. ഒരുപാട് പരാജയങ്ങൾ ഏറ്റുവാങ്ങുമ്പോഴാണ് നമ്മൾ വിജയത്തിലേക്ക് എത്തുന്നത്. അപ്പൊ നമ്മൾ ഇനി അടുത്ത നോട്ടിഫിക്കേഷന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ആ നോട്ടിഫിക്കേഷന് മുമ്പേ നമുക്ക് പഠിച്ചു തുടങ്ങാം. സോ പഴയതുപോലെ തന്നെ ഒരു മാറ്റവും ഇല്ല. ഡെയിലി നമ്മൾ എക്സാമുകളും ഇതൊക്കെ ആയിട്ട് നമ്മൾ നല്ലപോലെ നമുക്ക് പഠിച്ചു തുടങ്ങാം. സോ നമ്മുടെ പുതിയ ബാച്ചാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഫ്രം ദ ബേസ് മുതൽ, തുടക്കം മുതൽ നമ്മൾ അങ്ങോട്ട് തുടങ്ങാൻ പോവാണ്. CSEBയുടെ എല്ലാ പരീക്ഷകൾക്കും ഉപകാരപ്പെടുന്ന പുതിയ ബാച്ചുകളാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. സോ അപ്പൊ ഈ ബാച്ചുകളിലേക്ക് അഡ്മിഷൻ എടുക്കാം. നിങ്ങളുടെ എല്ലാവിധ പ്രത്യേകതകളും നമ്മൾ പഴയതുപോലെ തന്നെയാണ്. ഡെയിലി ടോപ്പിക് റിവിഷൻ ക്ലാസ്സുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ കൊറി ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി പ്രത്യേക ഒരു ടീം തന്നെയുണ്ട്, റിസർച്ച് വിങ് തന്നെയുണ്ട്. അങ്ങനെയൊക്കെയുള്ള ലൈവ് സെഷൻസ് ഉണ്ട്. നമ്മുടെ ലൈവ് സെഷൻസ് ഒക്കെ അവസാന ഘട്ടത്തിൽ ഒരുപാട് ഉപകാരപ്പെട്ടതാണ്. സോ ആ ഒരു സാധ്യത കൂടി ഉപകാരപ്പെടുത്താവുന്നതാണ്. സോ ആ ബോർഡ് നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പം അതാണ് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു. നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കുവാണ്. 8ാമത്തെ ചോദ്യം ഇതായിരുന്നു ചോദിച്ചത്. അതും കോഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്. BDCE എന്ന് പറഞ്ഞ GIH എന്നാണ്, HG എന്നാണ് കോഡ് ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണ് QSRT എന്ന് പറയുന്ന ആ ഒരു ഇതുണ്ടല്ലോ, ആ ഒരു വാക്കുണ്ടല്ലോ, അതിനെ എങ്ങനെ കോഡ് ചെയ്യാം എന്നാണ് പരീക്ഷയ്ക്ക് ചോദിച്ചത്. ഇതായിരുന്നു നമ്മുടെ 8ാമത്തെ ക്വസ്റ്റ്യൻ. സോ നമുക്ക് ആദ്യം എന്ത് ചെയ്യണം? നമ്മുടെ ആൽഫബറ്റ്സും അതിന്റെ പൊസിഷൻ ലെറ്ററും വേണം അല്ലേ? അപ്പൊ ആദ്യം നമുക്ക് അങ്ങോട്ട് പോവാം. എന്നാണ് ഞാൻ വൃത്തിയായിട്ട് എഴുതി വെച്ചിട്ടുണ്ടേ. നോക്കിക്കോണേ. BDCE എങ്ങനെയാ കോഡ് ചെയ്തത്? GIHG. എടാ ബി എന്തായിട്ട് മാറി? ആലോചിക്ക്. BG ആകണമെങ്കിൽ എന്ത് ചെയ്യണം? ബി 1 2 3 4 5 കൂട്ടണം. കണ്ടോ? 5 കൂട്ടിയാൽ മതി. D, ഇവിടുത്തെ 2ാമത്തെ അക്ഷരം D ആണ്, ഇവിടെ 2ാമത്തെ അക്ഷരം I ആണ്. D എങ്ങനെ I ആയത്? D മറ്റേത് 5 കൂട്ടുവരുന്നേ. ഇതങ്ങ് നോക്കിക്കോണേ. D എങ്ങനെയാണ് I ആയത്? 1 2 3 4 5. അവിടെ 5 കൂട്ടുന്നത്. അപ്പോഴേ ആലോചിച്ചോണം, ഇത് സിമ്പിൾ സാധനമാണെന്ന് ആലോചിച്ചോണം. CH ആയത് എങ്ങനെയാ നോക്ക്. CH ആയത് എങ്ങനെ നോക്കിക്കോണേ. 1 2 3 4 5. സെറ്റാ? ഇനി നോക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. എന്തിനാ വെറുതെ സമയം കളയുന്നത്? അപ്പൊ ഇവിടത്തെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഓരോ അക്ഷരങ്ങളുടെ കൂടെയും 5 കൂട്ടുമ്പോൾ അതിന്റെ കോഡിങ് ആയി. പരിപാടി കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ Q നോക്കിക്കാം. Qന്റെ കൂടെ 5 കൂട്ടണം. Q എവിടെ കിടക്കുന്ന നോക്കിയേ. ഇവിടെ 5 കൂട്ട്. 1 2 3 4 5. ഏതാ വന്നത്? B. ഉത്തരത്തിന്റെ തുടക്കം V ആണെന്ന് മനസ്സിലായോ? എടാ ഉത്തരത്തിന്റെ തുടക്കം V ആണ്. ബിയിൽ തുടങ്ങുന്ന ഒരൊറ്റ ആൻസർ അല്ലേ ഉള്ളൂ നമുക്ക്. ദാണ്ടെ പരിപാടി കഴിഞ്ഞു. ഇത്രേ ഉള്ളായിരുന്നു. ബി തുടങ്ങുന്ന വേറെ ഓപ്ഷൻ ഇല്ല. ഒരൊറ്റ ഓപ്ഷനേ ഉള്ളൂ. ആൻസർ D ആയിരുന്നു. സോ ഇതായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ആദ്യത്തെ 8 ചോദ്യങ്ങൾ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. ഇതിന്റെ ബാക്കിയുള്ള 12 ചോദ്യങ്ങൾ നമ്മൾ അടുത്ത വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്താം. സോ നമ്മുടെ പുതിയ ബാച്ചിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോയിൽ ഇതിന്റെ ബാക്കി ചോദ്യങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. സോ ടേക്ക് കെയർ.